ഇന്നലെ നടൻ സലീം കുമാറിൻ്റെ മരണത്തെ തുടർന്ന് ഉണ്ടായ ഒരു സംഭവ വികാസമാണ് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് പ്രധാന ചർച്ചയായിട്ട് നടക്കുന്നത്. അതായത് നിരവധി ഓൺലൈൻ മീഡിയകൾ ഇതിനകത്ത് സംസ്കാര ചടങ്ങിനിടയിൽ തള്ളിക്കയറി സംസ്കാര ചടങ്ങിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് സലീം കുമാറിൻ്റെ മകൻ അവരോട് രോഷാകുലനായിട്ട് ക്ഷോഭിച്ചുകൊണ്ട് പുറത്തു പോകാൻ വേണ്ടി മാറി നിൽക്കാൻ വേണ്ടി പറയപ്പെടുന്നു. അപ്പോൾ അതിനെതിരെ ഭയങ്കര ചർച്ചയാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം മീഡിയകൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖരുടെ മരണത്തിനിടയിലും ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ, കൊച്ചിയിലുള്ള ഓൺലൈൻ മീഡിയ മാധ്യമങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ഇതിനെതിരെ, അതായത് ഈ മീഡിയകൾ മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇന്നലെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച്, അതിനകത്ത് മീഡിയകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായ ഒരു നടപടി, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു നിലപാട് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മാറി നിൽക്കുകയും അല്ലെങ്കിൽ അവർ ആ ചടങ്ങുകൾ ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇടിച്ചു കയറി മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു ഇമോഷൻ, മരണം പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, സന്തോഷങ്ങൾ നമുക്ക് പിന്നെയും പരിഗണിക്കാം, സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ മൈക്കുമായി ചെല്ലുന്നതിന് ഒരു അർത്ഥമുണ്ടെന്നെങ്കിലും പറയാം. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ചുകൊണ്ട് അത് എത്രത്തോളം റീച്ച് ആക്കാം എന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തകർ തരം താഴ്ന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിപ്പോ എല്ലാ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്നാൽ ജേർണലിസം ബേസിൽ, അതിപ്പോ വ്ളോഗിംഗ് എന്ന് പറയുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ആയിട്ട് വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഫോണുമായി എവിടെയും മറ്റാരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള അവകാശമാണ് വ്ളോഗിംഗ്. അല്ലെങ്കിൽ ഞാനൊരു ഓൺലൈൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ഞാനൊരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്റെ കയ്യിലുള്ള ക്യാമറയോ ഫോണുമായി എവിടെയും മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് എവിടെയും കടന്നു കയറാമെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോ സലീം കുമാറിന്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സെലിബ്രിറ്റികൾക്കുണ്ടാകുന്ന താഴ്ചയിലും വളർച്ചയിലും ഒക്കെ അവർ ഇത്തരത്തിൽ ആഘോഷിക്കാറുണ്ട്. ഈ പറയുന്ന സെലിബ്രിറ്റികൾ പോകുന്നിടത്തെല്ലാം കൂടെ പോവുക, അവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ചില ഭാഗങ്ങളെ മാത്രം സൂം ചെയ്തുകൊണ്ട് അതെടുത്ത് മറ്റു വലിയ ടൈറ്റിലുകൾ കൊടുത്ത്, അല്ലെങ്കിൽ അതിന് വളരെ രീതിയിൽ എന്താണ് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഉള്ള ടൈറ്റിലുകൾ കൊടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു മാധ്യമ ധർമ്മത്തിന് ശരിയായ ഒരു നിലപാട് അല്ലെങ്കിൽ രീതിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു മരണം നടന്നാൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നാൽ അവിടെ മൈക്കുമായി ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണീര് കൊണ്ട് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷനെ വെച്ച് കളിക്കുന്ന രീതിയിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മളത് മോഹൻലാലിന്റെ അമ്മ മരിച്ച സമയത്തും കണ്ടതാണ്. അവിടെ മറ്റുള്ളവർക്ക്, എന്റെ ഒരു അഭിപ്രായത്തിൽ സംസ്കാര ചടങ്ങ് നടക്കുമ്പോഴെങ്കിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ആ കുടുംബത്തിന് അവരുടേതായ ഒരു പ്രൈവസി കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പം ഏത് സെലിബ്രിറ്റി ആവട്ടെ, പൊളിറ്റീഷ്യൻ ആവട്ടെ, ആരുടെ കാര്യത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം കഴിഞ്ഞ ദിവസത്തെ സലീം കുമാറിന്റെ വിഷയം നമ്മൾ കാണുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അവർ ആ മര്യാദ പാലിക്കുമ്പോൾ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ ആ മര്യാദ പാലിക്കാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകർക്കാണ് അത്തരം ബോധങ്ങളൊന്നും ഇല്ലാതെ. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോലും അവിടെ വലിയ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇവർക്ക് ആര് പെർമിഷൻ കൊടുക്കുന്നു? മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പരിപാടികൾക്ക് പങ്കെടുക്കുന്നതിനൊക്കെ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അറിയാം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജേർണലിസം ബേസ്ഡ് ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഷൂട്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത്. എന്നാൽ ഈ അല്ലാതെയുള്ള ജേർണലിസം പോലും ചെയ്യാത്ത നിരവധി മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നില്ല, ഓൺലൈൻ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ബ്ലോഗേഴ്സ്, ഇങ്ങനെയുള്ളവർ അവിടെ എത്തുന്നു. അവിടെ എത്തുന്നതിന് മാത്രമല്ല അത് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വരുന്നൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഈ മാധ്യമങ്ങളെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ്, മുഖ്യമന്ത്രി അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഫസ്റ്റ് നടന്ന പ്രസ് മീറ്റിനിടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രസ് മീറ്റാണ്. അതിനകത്ത് ഈ അക്രഡിറ്റേഷൻ ഒന്നും ഇല്ലാത്ത നിരവധി മാധ്യമപ്രവർത്തകർ, ഇവർക്ക് രജിസ്ട്രേഷനോ എന്തോ ഉണ്ടോ എന്നും പോലും നമുക്കറിയില്ല, അവർ പോലും വന്നിട്ട് അവിടെ നിന്ന് ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അന്ന് വന്നൊരു ചോദ്യമാണ് ഈ ഭയങ്കര പൂക്കി മുഖ്യമന്ത്രി എന്നുള്ളൊരു ഇത് വന്നതും അതിന്റെ ഭയങ്കര വൈറലായി. അന്ന് വൈറലായെങ്കിലും പോലും അന്ന് മുതൽ ഒരു ചർച്ചയുണ്ട് മാധ്യമ പ്രവർത്തകർക്കിടയിൽ, ഇവര് ആര് ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ശരിക്കും മോശമായിട്ടുള്ള ഒരു സംഭവം ഇതല്ലേ വരുന്നത്?
തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇതിനു മുൻപും പലരും പറയുകയുണ്ടായി, മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളെ കൂടി മുഖ്യമന്ത്രി പരിഗണിക്കുന്നുണ്ട് എന്നൊരു ചർച്ച സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങിനിടയിൽ വളരെ കയർത്ത് നിങ്ങളൊന്ന് പോകൂ എന്ന് പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു ഈ മുഖ്യമന്ത്രിയുടെ തന്നെ പല വീഡിയോകളും ഇതേ ചാനലുകളിൽ വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ശരിക്കും വരുന്നുണ്ട്. പറഞ്ഞാൽ അത് പുള്ളിക്കാരന് തന്നെ, അതായത് മുഖ്യമന്ത്രിക്ക് തന്നെ ഇതൊരു തിരിച്ചടിയാവുമല്ലേ ഇനി ഭാവിയിൽ വരുമ്പോൾ? തീർച്ചയായും അത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ വരുന്ന എല്ലാ വീഡിയോയും മുഖ്യമന്ത്രിക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു പരിമിതിയുണ്ട്. പല വീഡിയോകളും അങ്ങനെ വരാറുണ്ട്. ഈ പറയുന്ന ഓൺലൈൻ ചാനലുകളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പല വീഡിയോകളും വരാറുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണങ്ങൾ നിരന്തരം വരുമ്പോൾ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാരണം കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ചടങ്ങിൽ, ശക്തിപ്രതിജ്ഞ ചടങ്ങിൽ ഒരു അമ്മ വന്നിട്ട് ഇരുന്നതും ഇതൊക്കെ പ്ലാൻഡ് ആണെന്നുള്ളൊരു സംസാരം ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ആ അമ്മ തന്നെ മറ്റേ വേറൊരു പരിപാടി, മോഹൻലാലുമായിട്ടുള്ള വി.ഡി. സതീശൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നു. ഇങ്ങനെ എല്ലാം ഇതൊരു പ്ലാൻഡ് പരിപാടി മുഖ്യമന്ത്രി നടത്തുന്നു എന്നുള്ള സംസാരം നേരത്തെ ഉണ്ടായിരുന്നു. അതിന് ഈ PR കമ്പനികളുടെ കൂട്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാനലുകളുടെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ അതും വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് തന്നെ ഇപ്പോൾ ഇടപെടേണ്ടി വന്നു. ഇത്രയും ശോഭിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു. അപ്പൊ പുള്ളിക്ക് ഈ കാര്യം ഏകദേശം മനസ്സിലായി, ഇവരുടെ അവസ്ഥ, ഈ മീഡിയകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നു. ഇനി പുള്ളി ഇതിനെതിരെ ഒരു നടപടി എടുക്കുമോ, എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള കൂടി നമുക്കറിയാം. അല്ല, നിലവിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായും പല കോണിൽ നിന്ന് മുഖ്യമന്ത്രി PR-ന് വേണ്ടി ഇത്തരം PR ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി വളരെ കയർത്ത് സംസാരിച്ചതും. ഇതിപ്പം ഇന്നലത്തെ കാര്യം ഒരിക്കലും മുഖ്യമന്ത്രി പറഞ്ഞ് ചെയ്യിച്ചത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, ഒരു മരണ വീടാണ്, അതുകൊണ്ട് എനിക്ക് അധിക സെക്യൂരിറ്റികൾ വേണ്ട എന്ന് പറഞ്ഞ് പോലീസിനെ ഒഴിവാക്കി ഷോളിട്ട് സ്വീകരിക്കാൻ വന്ന ആളോട് അത് മാറ്റി. അത് ശരിയല്ല എന്നുള്ള കാര്യം. ഒരു മരണവേദിയിൽ വെച്ചല്ല ഒരു മുഖ്യമന്ത്രിയെ ആദരിക്കേണ്ടത് എന്ന മര്യാദ അദ്ദേഹത്തിന് പാലിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ ഇവരോട് കയർത്ത് സംസാരിച്ചത്. അതിപ്പോ മുഖ്യമന്ത്രി ചെയ്തതാണ് ശരിയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം ഒരിക്കലും സലിംകുമാറിന്റെ മകൻ പോലും കയർത്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിയ സാഹചര്യം. അപ്പൊ സ്വാഭാവികമായി ഇത്തരം ചർച്ചകൾ മുഖ്യമന്ത്രി കാണുന്നതാണ്. ഇനിയെങ്കിലും മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് ആരോപണം, ഇതെല്ലാം PR വർക്കിന്റെ ഭാഗമാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താഴെ വീണ, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നത്തെ PR ടീം ആയിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് സമയത്ത് നികേഷ് കുമാർ അടക്കമുള്ളവരുടെ PR ടീം തന്നെയാണ് പിണറായി വിജയനെ പരാജയത്തിലേക്ക് എത്തിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ V.D. സതീശൻ അധികാരത്തിലേറിയിട്ട് അധിക നാളൊന്നുമായിട്ടില്ല, ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൈപ്പ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഒരു മാസത്തിനുള്ളിൽ ചെയ്തു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ. മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നേരത്തെ ഇതേപോലെ മറ്റൊരു മന്ത്രി, അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് മന്ത്രി റിയാസ് ഇതേപോലെ സ്ഥിരം റീൽസ് ഇടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിന് ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ V.D. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, V.D. സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അവർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. വ്യാപകം റീൽ മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതേ ഇത് അതായത് മുഖ്യമന്ത്രി ആയപ്പോൾ V.D. സതീശൻ ചെയ്യുന്നു. എവിടെ പോയാലും V.D. സതീശൻ എവിടെ പോയാലും അതിന്റെ റീൽസ് വരുന്നു. എങ്ങോട്ട് പോയാലും ചിരിച്ചാലും ആക്ഷൻ കാണിക്കുന്നതും എല്ലാം എടുത്ത് വീഡിയോ ഇടുന്നുണ്ട്. അതിന് ഈ മാധ്യമങ്ങൾ തന്നെ ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുമ്പം ഇതിനെ എന്താണ് ശരിക്ക് ഈ മുഖ്യമന്ത്രി ഇതിന് കർശനമായ നടപടി എടുക്കുന്നു തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശം വരേണ്ടി വരുമോ ഇതിന് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി? അല്ല, എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും മുഖ്യമന്ത്രി ഇതിൽ ഒരു റീൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് ഉടനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പഴയതുപോലെയല്ല, അല്ലെങ്കിൽ 10 വർഷം മുമ്പത്തെ പോലെ, അല്ലെങ്കിൽ 15 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം എടുത്താൽ ആ ഒരു സമയം പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നറിയാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ കിട്ടുന്ന ഒരു അവസരത്തെയും വെറുതെ വിടാത്ത ആളുകളാണ് ഫോണുമായി. അങ്ങനെയുള്ള നമ്മളായാൽ പോലും സ്വാഭാവികമായി നമുക്ക് അത്തരം കാര്യങ്ങളോട് ഒരു താല്പര്യം തോന്നാറുണ്ട്, അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി ആളുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ പൊളിറ്റിക്സിലൂടെ മാത്രം ഇന്നത്തെ കാലത്ത് നിലനിന്ന് പോകാനാകില്ല. റിയൽ പൊളിറ്റിക്സും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാഷ്ട്രീയക്കാരനും കേരളത്തിന്റെ മണ്ണിൽ ജയിച്ചല്ലെങ്കിൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ഞാൻ കരുതില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഇപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനായാലും LDF-നായാലും എല്ലാത്തിനും അവരവരുടേതായ തന്നെ കുറെ പേജുകളുണ്ട്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്. അതിലൊക്കെ ഇടുന്നതിനപ്പുറത്തേക്ക് ഇത്തരം മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ ഇത് മുഖ്യമന്ത്രി ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ കാര്യങ്ങളൊക്കെ. ഒരു PR കമ്പനി ആയിരിക്കും ഇത് ഏറ്റെടുക്കുന്നുണ്ടാവുക. അവർ ഇവിടുന്ന ആൾക്കാരായിരിക്കും, ചില മാധ്യമങ്ങൾ ഇങ്ങനെ യൂട്യൂബേഴ്സിനോ അവരായിരിക്കും ഏൽപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ സംഭവം
ഉത്തരവാദിത്തത്തോടു കൂടി ചിലപ്പോൾ പുള്ളി അത് ശ്രദ്ധിക്കുമായിരിക്കും. ഇനി എന്തെങ്കിലും നടപടി എടുക്കാനും സാധ്യതയില്ല ഉണ്ടാവാം. അപ്പൊ അതുകൂടാതെ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് കേരള പോലീസ് ഒരു പുതിയ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് വ്യക്തികളുടെ അനുമതി ഇല്ലാതെ ദൃശ്യം പകർത്തിയാൽ ജയിലിലാകും എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അനുമതിയില്ലാതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നവർ അടിയെണ്ണേണ്ടി വരും. അതായത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന അല്ല, കുറ്റമാണ് പോലീസ് പറയുന്നത്. ഇതൊക്കെ പണ്ടേ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അതെ. കാര്യം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളെ കെട്ടഴിച്ചു വിട്ടതും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ പങ്കുണ്ട്. ഇപ്പൊ നമ്മൾ ലഹരിവേട്ടയുടെ കാര്യം പറയുന്നത് പോലെ നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവരാതെ മാധ്യമ പ്രവർത്തകർക്ക്, അതിപ്പോ ഓൺലൈൻ മീഡിയാസ് ആയാലും അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാന്യമായി പോകുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമാണ്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ വ്ളോഗർ ആണ് എന്ന് പറഞ്ഞ് ഫോണിലൂടെ എന്തും പകർത്താനുള്ള അനുമതി നൽകിയത് തന്നെ തെറ്റാണ്. അത് ഈ സർക്കാർ തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യം ഇത് തന്നെയാണ്. സംഭവങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പുതിയൊരു അടുത്ത സംഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനെതിരെ ഒരു നടപടി എടുക്കേണ്ടത് ആവശ്യമല്ലേ. ഇത് മുഖ്യമന്ത്രി ശ്രദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂക്കിൻ തുമ്പിന്റെ തൊട്ടകലെയാണ് നിർത്തുന്നതെന്നാണ് പറയുക. അപ്പൊ അത് പാലിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവരും, ആരാണെങ്കിലും ജേർണലിസം പഠിച്ചവരാണെങ്കിൽ ആരാണെങ്കിലും. അല്ല, മറ്റൊരാളുടെ ഇമോഷനെ വെച്ച് റീച്ച് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കും ഇമോഷൻസിലേക്കും കടന്നു കയറുന്നത് ഒരിക്കലും മാധ്യമ ധർമ്മമാണെന്ന് പറയാൻ കഴിയില്ല. സാധാരണ നമ്മൾ പറയുന്നത് പ്രതിപക്ഷമാണ്. ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ മീഡിയ എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. സർക്കാർ എന്ത് തെറ്റ് ചെയ്യുന്നു അവരെ വിമർശിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ സർക്കാരിന് നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കുകയും വേണമെന്നാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി റീച്ചിന് വേണ്ടി മറ്റൊരാളുടെ ഇമോഷൻസിനെയും സ്വകാര്യതയും ചൂഷണം ചെയ്യുന്ന രീതി ശരിയല്ലല്ലോ. അതിന് മാറ്റം വരുത്തണം. അതിന് പുതിയ സർക്കാർ, എനിക്ക് തോന്നുന്നു പുതിയ സർക്കാർ ആദ്യം എടുക്കേണ്ട നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരിതുണ്ട്, മൗലികാവകാശത്തിന് കൂടെ ഒരാൾക്ക് സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ്. അത് പാലിക്കുമെന്ന് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്.